ഇന്ന് നമ്മൾ അയല ആട്ടോ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ മുളക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അയല കഴുകി എടുത്തു വെച്ചു. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തക്കാളി, കാന്താരി മുളക്, ഇഞ്ചി, വേപ്പില, അതിൻ്റെ കൂടെ നല്ല പച്ച മാങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുകും കുറച്ച് ഉലുവ, അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടിയാട്ടോ. ഒരുപാട് എരിവും വേണ്ട, നല്ല കളറും കിട്ടും. അപ്പോൾ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. അതിന് കൂടെ വെളിച്ചെണ്ണയും കൂടി എടുത്തു വെച്ചു. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇഞ്ചിയും ഉള്ളിയൊക്കെ നല്ല പോലെ വഴറ്റി വരുമ്പം അതിലേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റി വന്ന് കഴിയുമ്പം അതുകളെല്ലാം നല്ലപോലെ ആ വെളിച്ചെണ്ണയിൽ വഴറ്റി വന്ന് ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി കിട്ടി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പം അതൊന്ന് തണുക്കാൻ വയ്ക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അത് നല്ല പോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ആ ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം മാത്രം ഒഴിച്ചിട്ടാട്ടോ അരച്ചെടുത്തേ. അപ്പം നല്ല പോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അല്ലെങ്കിൽ തക്കാളിയൊക്കെ തൊലിയൊക്കെ ഇങ്ങനെ കിടക്കും. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ചട്ടി ഒന്നുകൂടെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ കടുക് പൊട്ടിക്കുക. അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് പൊട്ടിക്കഴിയുമ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാന്താരി മുളകാട്ടോ. അപ്പോൾ കാന്താരി മുളക് ഇടാൻ നേരത്ത് ആ പാത്രം പതിയെ അടച്ചു വെക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് പൊട്ടിത്തെറിച്ചിട്ട് കൈയൊക്കെ പൊള്ളു കേട്ടോ. ഇതിന് മുമ്പ് അച്ചാർ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിച്ച് കാരണം ഇപ്രാവശ്യം മുൻകൂർ ജാമ്യം എടുത്തു. ഇനി നമ്മൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ആ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൽ നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കാതെയാണല്ലോ അരച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് വരാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുലുക്കി അതിലേക്ക് ഒഴിച്ചേക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സംഗതി നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ചെറിയ പീസ് കുടംപുളി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ആ മാങ്ങയും കൂടി ഇട്ട് കൊടുത്തു. മാങ്ങ ഇനിയൊന്ന് ലൈറ്റായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് ഒന്ന് പതിയെ മാങ്ങ വേവിച്ചു. എന്നിട്ടാട്ടോ നമ്മൾ അയല മീൻ ഇട്ട് കൊടുത്തേ. ആ കട്ട് ചെയ്ത് വെച്ച മീനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 2-3 മിനിറ്റ് അതൊന്ന് അടച്ചു വെച്ച് ആ മീനൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ തുറന്നു വെച്ച് തന്നെ ആ മീനിൻ്റെ വേവൊക്കെ നോക്കിയിട്ട് ആ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ പറ്റി കറി വാങ്ങാറാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്കും കൂടി ഒഴിച്ചാൽ കറി റെഡി ആയിട്ടോ. പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല തിക്ക് ഗ്രേവി ആട്ടോ. അത് തണുത്ത് കഴിയുമ്പം നല്ല ടേസ്റ്റുമാണ്. നല്ലൊരു മീൻകറി റെസിപ്പി ആട്ടോ ഇത്.